എനിക്ക് മംഗലാപുരം ഈ കാസർഗോഡൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയ സ്വഭാവം ഇപ്പൊ നിങ്ങളിൽ കാണുന്നില്ല. ഒരു സുന്നത്ത് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്താണെന്നറിയോ? തൊപ്പിയൊന്നും അല്ലല്ലോ. നിങ്ങൾ നേരത്തെ ഉസ്താദന്മാര് ദുആ ചെയ്യുന്ന സമയത്ത് ആ ആമീൻ പറയുമ്പോ 2 കൈയും ഉയർത്തിയിട്ട് ആമീൻ പറയുമായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല. ഞാൻ വഴുതിന് വരുമ്പോ, എനിക്ക് മംഗലാപുരത്തിന്റെ പരിസരത്ത് വഴുതിന് വരുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗുണം, ആ ആമീൻ പറയുമ്പോ കൈ പൊക്കിയിട്ട് ആമീൻ പറഞ്ഞിട്ട് മുഖത്ത് തടകുന്ന ഒരു നല്ല ഗുണമുണ്ടായിരുന്നു. ഇപ്പൊ അത് കാലഘട്ടം മാറിയത് കൊണ്ടാന്ന് തോന്നുന്നു കുറഞ്ഞു വരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതൊരു വലിയ ഗുണമോ സഹോദര, അത് എല്ലാവർക്കും കഴിയുന്നതല്ല. അതൊരു വല്ലാത്തതാണ്. എന്ന് ദ്വാ ചെയ്യുമ്പോ കൈ പോലും പിടിക്കാത്ത കാലമാണ്. ഇവിടൊക്കെ എന്ന് ദ്വാ ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ യാചിക്കുന്നവനെ പോലെ നിൽക്കണമെന്ന് ദ്വാ ചെയ്യും. എന്റെ അല്ല നമ്മുടെ ദ്വാ സ്വീകരിക്കാത്ത ഒരാൾ ദ്വാ ചെയ്യുന്ന സമയം യാചിക്കുന്നവനെ പോലെ നിൽക്കണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് ദ്വാ ചെയ്യുമ്പോ പള്ളിയുടെ മൂലയിൽ പോയിരിക്കും. എന്തേ നിങ്ങൾ ഇങ്ങോട്ട് മുമ്പിൽ വന്നിരിക്കാത്തത്? യാചിക്കുന്നവന്റെ സ്ഥലം അതാണെന്നാണ്. ഇവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ യാചിക്കുമ്പോ ഇങ്ങനെ നിൽക്കണമെന്നാ, വളരെ താഴ്മയുടെ താള്ളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണമെന്നാ. നമ്മളിങ്ങനെ പിടിക്കണവരാ കയ്യ്, നമ്മളിങ്ങനെ വെക്കുന്നവരാ കയ്യ്. നേരെ ഒന്ന് കൈ ഉയർത്താൻ പോലും നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല. പിന്നെ എങ്ങനെ റബ്ബ് നമുക്ക് തരും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.